വെൻ ദ ഫോൺ റിങ്സിന്റെ ഫൈനൽ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും റിയൽ സയോണും ഷൂട്ട് ചെയ്യുന്നു. സയോണും ബോധം പോലും നഷ്ടപ്പെട്ട് കിടക്കുന്നതായിട്ടൊക്കെ ഹീജുവും സ്വപ്നം കണ്ട് എണീക്കുകയാണ്. ജാങ്ങിന്റെ അടുത്തു നിന്നും ഹീജുനും കോൾ വരുന്നു. സയോണ് സൗണ്ട് ശരിക്കുമുള്ള അച്ഛന്റെ അടുത്തു നിന്നും, അതായത് ചെയർമാന്റെ അടുത്തു നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ സ്വത്തുക്കളും ദാനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ദാനം ചെയ്യുന്ന ചടങ്ങിലൊന്നും പങ്കെടുക്കുവാനായിട്ട് സയോൺ എത്തിയിട്ടില്ല. അതുകൂടാതെ സയോണും ഒഫീഷ്യലായിട്ട് സ്പോക്സ് പേഴ്സൺ എന്ന ആ ഒരു സ്ഥാനമൊക്കെ രാജിവെച്ചിരിക്കുന്നു. യൂറയും സാങ്ങുവും കൂടി ഒന്നിച്ച് കുറെ കുട്ടികളുടെ ഒക്കെ ഒപ്പം ഇരിക്കുമ്പോഴത്തേക്കും ഒരു കുട്ടി ഞാൻ സാങ്ങുവിനേക്കാളും വലുതാകുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം, ഒരിക്കലും സാങ്ങുവിനെ വിവാഹം കഴിക്കുവാനായിട്ടൊന്നും നിൽക്കരുതെന്നൊക്കെ യൂറയോടും പറയുന്നുണ്ട്. പക്ഷെ നീ വലുതാകാതെയൊക്കെ ഇരിക്കുന്നതാണ് കൂടുതൽ ക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഗുവും ആ ഒരു കുട്ടീനെ ഈ കാര്യം പറയുന്നതിൽ നിന്നും തടയുന്നു. അതായത് ഈ ഒരു കുട്ടിക്ക് നമ്മുടെ യൂറിയുടെ അടുത്തൊരു ക്രഷ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവനും അങ്ങനെ സംസാരിച്ചത്. ഇനി യൂറിയും സംഘവും കൂടെ ഒന്നിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെയിരിക്കെ നേരത്തെ കുട്ടികളൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന ഓർഫനേജ് ഉണ്ടല്ലോ, ഇപ്പോൾ സംഘവും പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഓർഫനേജ്, അവിടേക്ക് ഏതോ ഒരാൾ ഒരുപാട് തുകയൊക്കെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സയോൺ അവന്റെ എല്ലാ സ്വത്തുക്കളും ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡൊണേഷൻ നൽകിയതും സയോൺ ആകുവാനാണ് കൂടുതൽ സാധ്യത എന്ന് സംഘവും അറിയിക്കുന്നു. സയോണും സ്വത്തുക്കളെല്ലാം തന്നെ ദാനം ചെയ്തു. അവനും സ്ഥാനമെല്ലാം രാജിവെച്ചു. ഇപ്പോഴാകട്ടെ അവനെ കോൾ ചെയ്താൽ കിട്ടുന്ന കൂടിയില്ല. അങ്ങനെയിരിക്കെ അവനും ഈ ഒരു ലോകത്ത് നിന്നും തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നുവെന്ന് യൂറി പറയുമ്പോഴത്തേക്കും അതിന് സയോൺ മരിച്ചതല്ലേ എന്ന് സാങ്ങുവും ചോദിക്കുന്നു. നേരത്തെ ഹിച്ചുനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവൾ തിരിച്ചെത്തിയ സമയത്തെ വാർത്തയൊക്കെ വായിക്കുന്നത് കാണിക്കുകയാണ്. ഹീജുനെ കിഡ്നാപ്പ് ചെയ്തതിന്റെ പേരിലും ചെയർമാനെ കൊന്നതിന്റെ പേരിലും റിയൽ സയോന്റെ അമ്മനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അമ്മനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ പറഞ്ഞത് കൊണ്ടായിരുന്നു ഹീജുവിന്റെ കാറൊക്കെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടായിരുന്ന എന്ന രീതിക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് മൊഴി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹീജുവിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയൽ സയോൺ ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്ത സമയത്ത് അയാളെയും പോലീസ് ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നു എന്നാണ് യൂറി അറിയിക്കുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് അമ്മയും ഈ ഒരു ന്യൂസ് കാണിക്കുകയാണ്. അപ്പോഴാണ് നേരത്തെ മകനെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് അമ്മയും ഓർക്കുന്നത്. അവനും ഇങ്ങനെ പൂട്ടിയിടാതെ തന്നെ തുറന്നു വിടണമെന്നൊക്കെ അമ്മയുടെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ഞാൻ നേരത്തെ തന്നെ നിന്നെ ഇങ്ങനെ പൂട്ടിയിടുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഒരിക്കൽ നിന്നെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ വീണ്ടും നിന്നെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഞാൻ തയ്യാറല്ല. പിന്നെ ഞാനും നിന്നെ പൂട്ടിയെടുക്കുകയല്ല, മറിച്ച് പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നൊക്കെ അവന്റെ അടുത്തും അമ്മ പറയുന്നു. പക്ഷെ താനും ഇത്രയേറെ സ്നേഹിച്ച മകൻ മരിച്ചു എന്ന വാർത്തയൊക്കെ അറിയുമ്പോഴത്തേക്കും അമ്മ ആകെ വിഷമിക്കുന്നു. അടുത്തതായിട്ട് അച്ഛനെ കാണിക്കുമ്പോഴത്തേക്കും അച്ഛന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു. എന്റെ അച്ഛൻ വളരെ നല്ലൊരു വ്യക്തി ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ അച്ഛൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാനും അച്ഛന്റെ മകൻ എന്ന സ്ഥാനം എല്ലാം തന്നെ ഉപേക്ഷിക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആളായിട്ട് അറിയപ്പെടുകയില്ല. ഒഫീഷ്യലായിട്ട് തന്നെ അതെല്ലാം തന്നെ ഞാൻ ഇല്ലാതാക്കുകയാണെന്നൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നു. ഇനി ഒരു മാസത്തിന് ശേഷം നടന്ന സംഭവങ്ങൾ, അതായത് ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഹീജും ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ചിട്ട് അതൊക്കെ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഇലക്ഷനൊക്കെ അച്ഛൻ മത്സരിക്കുവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മൂന്നാം സ്ഥാനം മാത്രമായിരുന്നു അച്ഛനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മയും കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തെളിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ജീവപര്യന്തം ശിക്ഷയൊക്കെ നൽകുകയാണ്. പക്ഷെ 2 തവണ മകനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കാതെ പോയത് കൊണ്ട് തന്നെ ഒരു വധശിക്ഷയൊക്കെ വേണമെന്ന രീതിക്കായിരുന്നു അമ്മയും വാദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അതൊരു ജീവപര്യന്തമായിട്ടൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അസിസ്റ്റന്റിനും 5 വർഷത്തെ ശിക്ഷയൊക്കെ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സയോണിന്റെ ഫാമിലി തന്നെ ഇല്ലാതായി. സയോണും എല്ലാം തന്നെ ഉപേക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയാത്ത രീതിക്ക് അപ്രതീക്ഷിതനായി മാറിയിരിക്കുന്നു എന്നൊക്കെ ഹീജുവും ഓർക്കുന്നു. ഹീജുവും ഇപ്പോൾ പാർക്കിനെ കാണുവാനായിട്ട് ജയിലിലെത്തിയിരിക്കുന്നു. സയോൺ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പാർക്കിന്റെ അടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരുന്നു സയോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന രീതിക്കൊക്കെ ഹീജു ചോദിക്കുമ്പോഴത്തേക്കും പ്രതികാരമൊക്കെ അവസാനിച്ചതിന് ശേഷം ഈ ഒരു ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷനായി മാറണമെന്നായിരുന്നു സയോൺ ആദ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം അവനും ആ ഒരു തീരുമാനമൊക്കെ മാറ്റിയിട്ട് പ്രതികാരമൊക്കെ ചെയ്തതിന് ശേഷവും താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒപ്പം തന്നെ ജീവിക്കണമെന്ന ഒരു മൈൻഡിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്തത് കൊണ്ടായിരുന്നില്ല അവനും ഇപ്പോൾ അപ്രത്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അതിനു പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയാണ് പാർക്കും. പാർക്കിനെ കണ്ടിട്ടിറങ്ങുന്ന ഹീജോവും പാർക്കിനെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാങ്ങിനെ കൂടി ശ്രദ്ധിക്കുകയാണ്. സയോൺ എന്നോട് വിവാഹത്തിന് ശേഷം നടക്കുന്ന രീതിക്കുള്ള കുറേയധികം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവനും നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ടിട്ട് നീ അവനെ സ്നേഹിക്കണമെന്നായിരുന്നു അവനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജുന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും സയോണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് ഹീജുവും വീണ്ടും വീണ്ടും പല പല കാര്യങ്ങളൊക്കെ കാങ്ങിന്റെ അടുത്തും ചോദിക്കുന്നു. അങ്ങനെ അവരും സയോണിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയാണ്.
ഹീജും അച്ഛന് ഫുഡ് മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു കടയിലൊക്കെ എത്തിയിരിക്കുകയാണ്. കടയിലെ സ്റ്റാഫും അച്ഛനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും വന്നോ എന്നൊക്കെ അച്ഛന്റെ അടുത്തും ചോദിച്ചിട്ട് പോകുന്നു. പക്ഷെ ഹീജു ആദ്യമായിട്ടായിരുന്നു അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് അച്ഛൻ എപ്പോഴാണ് ഇവിടെ എത്തിയതെന്ന് ഹീജു ചോദിക്കുമ്പോഴത്തേക്കും അച്ഛന്റെ പിറന്നാൾ ദിവസം ഈ ഒരു ഫുഡൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ഇതേ ഇടത്തേക്കൊക്കെ വരണമെന്ന് അച്ഛനും വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സയോണായിരുന്നു അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സയോൺ അപ്രതീക്ഷിതനാകുന്നതിന് മുമ്പായിരുന്നു ഈ ഒരു സംഭവം എല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഒരിക്കൽ പോലും താൻ സയോണെ കണ്ടിട്ടില്ല എന്ന് അച്ഛനും പറയുന്നു. ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് തന്നെ ഹിജുനെ കാണുവാനായിട്ട് ഇനി എത്തിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം നീ വീട്ടിൽ ഒറ്റയ്ക്കൊന്നും ഇരിക്കണ്ട, വാ നമുക്ക് എല്ലാവർക്കും കൂടി കൂടി ഒരു ട്രിപ്പിനൊക്കെ പോകാം. അമ്മയും അച്ഛനും റെഡിയായിരിക്കുകയാണെന്നൊക്കെ ഇന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും സായോൺ ഏത് നിമിഷവും തിരിച്ചു വരാം. അതുകൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടി ഈ ഒരു വീട്ടിൽ കാത്തിരിക്കുന്നതായിരിക്കും. അവന് വരുന്ന സമയത്ത് ഞാൻ ഈ വീട്ടിലില്ലെങ്കിൽ അവൻ ഒരുപാട് വിഷമിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് ഹീജുവും പറയുന്നത്. ഹീജുവിനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഹീജു കുറേ ദിവസത്തോളം ഭയങ്കര ഉറക്കത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എപ്പോഴൊക്കെ ഹീജു കണ്ണു തുറന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ ഹീജുവിന്റെ അടുത്തായിട്ട് തന്നെ സയോണും ഉണ്ടായിരുന്നു. സയോൺ എന്തെങ്കിലും അപകടമൊക്കെ പറ്റുമോ എന്ന രീതിക്ക് പോലും അവൾ വിഷമിച്ചിരുന്നപ്പോൾ എല്ലാം തന്നെ സയോൺ ആയിരുന്നു അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് വിട്ട് താൻ ഒരിടത്തേക്കും വരികയില്ല എന്ന് ഉറപ്പിച്ചൊക്കെ ഹീജു പറയുമ്പോഴത്തേക്കും നീ കുറച്ചുനാൾ ഇവിടെ താമസിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്നും പോകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ 6 മാസമൊക്കെ ആയില്ലേ. നീയും അധികം വിഷമിക്കാതെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നീ അവനങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവൻ എന്തായാലും ഇനി ഒരിക്കലും തിരിച്ച് നിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നതായിരിക്കുകയില്ല എന്ന് എന്നെ ഉറപ്പിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും അവനെ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളും കരയുന്നു. പക്ഷെ സൗൺ അപ്രതീക്ഷിതനാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇനയെ കാണുവാനായിട്ട് ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് അവിടേക്ക് എത്തുവാനായിട്ടൊക്കെ ഇനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സൗൺ വരികയില്ല എന്നൊക്കെ ഇനിയും ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു സീൻ ഒന്നും കൂടി കാണിക്കുന്നു. ഹീച്ചുവിന് ഒരു ഇന്റർനാഷണൽ കോളൊക്കെ വരികയാണ്. അവളും ആ ഒരു ഫോണൊക്കെ എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മറുപടിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആദ്യത്തെ കോളൊക്കെ അവസാനിച്ചതിന് ശേഷം അവളും തിരിച്ച് അങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 604 നിന്നുമാണ്. അവളും ആ ഒരു നമ്പറൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആർഗൻ എന്ന ഒരു രാജ്യത്തിന്റെ പേരൊക്കെയാണ് എഴുതി കാണിക്കുന്നത്. അതുകൂടാതെ ഒരു ദിവസം അവൾക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവളും അതിന്റെ കൂടെ വന്ന ലെറ്റർ ഒക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഒരാൾ അവളുടെ പേരിൽ ഡൊണേഷൻ കൊടുത്തതായിട്ടായിരുന്നു അവൾക്ക് കാണുവാനായിട്ട് സാധിച്ചത്. യുദ്ധം കാരണം പഠിക്കുവാൻ പോലും സാധിക്കാത്ത, സംസാരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഡൊണേഷനും പോയത്. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ബുക്ക്ലെറ്റ് ഒക്കെ അവൾ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഡൊണേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു അത്. കൂടാതെ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അർഗനിലാണെന്നും അതിൽ നിന്നും അവൾക്ക് മനസ്സിലാക്കുന്നു. അവളും ചാങ്ങിന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. 2 ബില്യൺ ആണ് ആ ഒരു സ്ഥാപനത്തിൽ ഡൊണേഷൻ ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് സയോണും ആർഗനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതും ജാങ്ങിന്റെ ഒപ്പമാണ് പോയത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ പോകുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ എന്ന് ഹീജുവും ജാങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. അത് യുദ്ധമൊക്കെ നടക്കുന്ന സ്ഥലമാണ്, അവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ വീട് കൊണ്ട് ചാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനൊന്നും നീ നിൽക്കേണ്ടതായിട്ടില്ല എന്ന് ഹീജുന്റെ അടുത്ത് ജാങ് പറയുമ്പോഴത്തേക്കും ഇവിടെ അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതും അവിടെ പോയി വെടികൊണ്ട് ചാവുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലമാണെന്ന് പറഞ്ഞാലും മതി, ഞാനും പോകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവളും ഇരിക്കുന്നു. സായോണ് സൺസെറ്റ് വളരെയധികം ഇഷ്ടമാണ്. ആർഗൻ എന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സ്പോട്ടിലൊക്കെ നല്ല രീതിക്ക് സൺസെറ്റ് കാണുവാനായിട്ട് സാധിക്കും. അവനും ഒരുപാട് ഫോട്ടോസ് ഒക്കെ സൺസെറ്റിന്റെ എടുത്തിട്ടുമുണ്ട്. സോ അവൻ ആർഗനിൽ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഉണ്ടാകുവാനാണ് സാധ്യത കൂടുതൽ എന്നൊക്കെ ജാങ്ങും പറയുന്നു. ഇതിനു മുമ്പ് ഹീജുവിനെ കുട്ടിക്കാലത്ത് എടുത്തോണ്ട് വന്ന സമയത്തും അവൻ സൺസെറ്റ് ഒക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവളും ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവളും യാത്ര ചെയ്ത് ഇപ്പോൾ ആർഗനിൽ എത്തിയിരിക്കുന്നു. അവളും ഡൊണേഷൻ കൊടുത്തുവെന്ന് പറയപ്പെടുന്ന സ്കൂളിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ ആളുമായിട്ട് സംസാരിക്കുകയൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ സൗണ്ട് ഫോട്ടോ ഒക്കെ കാണിച്ചതിന് ശേഷം ഈ ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് ഡൊണേഷനൊക്കെ എന്റെ പേരിൽ നൽകിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുന്നു. പക്ഷെ അവരും സയോണെ നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സൺസെറ്റ് ഒക്കെ കാണുവാൻ സാധിക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അവിടെ പോകുവാനായിട്ട് കഴിയുമോ എന്ന് അവളും ചോദിക്കുകയാണ്. പക്ഷേ ആ ഒരു സ്ഥലത്തായിരുന്നു യഥാർത്ഥത്തിൽ യുദ്ധമൊക്കെ നടത്തുന്നവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിരിക്കുമെന്ന ഒരു വാർണിംഗ് ഒക്കെ അയാളും നൽകുന്നു. ഹീജു ഇപ്പോൾ സൺസെറ്റ് ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്ന ചാപ്പലിനടുത്തായിട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു കുറെ അധികം ആൾക്കാർ വന്ന് അവളെയും പിടികൂടുന്നത്.
അവളെയും അവളെ പോലെ പിടികൂടിയിട്ടുള്ള മറ്റു ചില ആൾക്കാരെയും കൂടി കൂട്ടിക്കൊണ്ട് ഇപ്പോൾ വണ്ടിയിലൊക്കെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കാണ് പെട്ടെന്നൊരു ശബ്ദമൊക്കെ കേൾക്കുന്നതും ഈ ഒരു വണ്ടി സ്റ്റോപ്പ് ആവുന്നതും. അതേസമയം ഒരാൾ വന്നിട്ട് വണ്ടിക്കകത്തുണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിലെയും കണ്ണിലെയും കെട്ടൊക്കെ അഴിച്ച് അവര് രക്ഷപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് അയാൾ ഹീച്ചുനെ കാണുമ്പോഴത്തേക്കും അവളുടെ കെട്ടൊന്നും അഴിക്കുവാനായിട്ട് നിൽക്കുന്നില്ല. പകരം അവളെ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നു. അവളെ വണ്ടിയിൽ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവളെ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാർ ഒരുപാട് ദൂരമൊക്കെ ഈ ഒരു വണ്ടിനെ ഫോളോ ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും സേഫ് ആയിട്ട് മറ്റൊരിടത്തേക്ക് എത്തുന്നു. ഇപ്പോൾ ഹീച്ചുവിന്റെ കൈയുടെയും കണ്ണിന്റെയും കെട്ട് അഴിച്ചതിന് ശേഷം സയോണും തന്റെ ഫേസ് ഒക്കെ റിവീൽ ചെയ്യുകയാണ്. ഞാൻ വരുന്നത് വരെ നിന്നോട് വീട്ടിൽ വെയിറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് സയോണും ഹീച്ചുവിനോട് ചോദിക്കുന്നു. ആദ്യം മുതലേ ഞാൻ എന്തൊക്കെ പ്ലാനുകൾ ഇട്ടിട്ടുണ്ടോ അതെല്ലാം തന്നെ നീയാണ് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സയോണും ഹീച്ചുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അതൊന്നും തന്നെ സാരമില്ല, നീ എന്തൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതെല്ലാം തന്നെ തകർക്കുന്നതായിരിക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെ റിലേഷൻഷിപ്പ് പോലും പ്ലാനിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ മുന്നോട്ട് പോയത്. നിന്നെ ഡിവോഴ്സ് ചെയ്യുക എന്നതായിരുന്നു എന്റെ പ്ലാൻ. എന്നിട്ട് അങ്ങനെ നടന്നോ? ഇല്ലല്ലോ. നിന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ പോയിട്ട് നിന്റെ അടുത്ത് നിന്നും അകന്നിരിക്കാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് നിന്നെ കാണുവാനായിട്ട് വന്നിട്ടുള്ളതെന്ന് നിനക്കറിയുമോ? എനിക്ക് നീയില്ലാതെ ജീവിക്കുവാൻ പോലും സാധിക്കുകയില്ല എന്ന് ഹീച്ചു പറയുമ്പോഴത്തേക്കും നീ എന്തായി പറയുന്നത്? എല്ലാ സത്യങ്ങളും അറിഞ്ഞിരുന്നിട്ട് നീ ഒരിക്കലും ഞാനില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന രീതിക്ക് ഒന്നും തന്നെ പറയരുതെന്ന് അവൻ പറയുമ്പോഴത്തേക്കും നേരത്തെ ഇനിയും സൗൺ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഹീജുവും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എങ്ങാനും ഇനേനെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നോ? അതൊക്കെ പോട്ടെ, റിയൽ സൗണും അന്ന് നിന്റെ അടുത്ത് എന്തോ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് ഹീജു അവനോട് ചോദിക്കുന്നു. റിയൽ സൗണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് അവന്റെ മുഖമൊക്കെ ഹീജുവിന്റെ അനിയൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സയോന്റെ അച്ഛനായിട്ടുള്ള ചെയർമാൻ പറഞ്ഞിട്ടാണ് ഒരു കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹീജുവിന്റെ അനിയനെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നുമാണ് റിയൽ സൗണും പറഞ്ഞത്. അത് കേട്ടിട്ടായിരുന്നു സവൺ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നതും. സോ ഇപ്പോൾ ആ ഒരു അനിയനെ അടക്കിയ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ഞാൻ ശരിക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക ആയിരുന്നില്ല, മറിച്ച് നിന്റെ ചെറുപ്പവും നിന്റെ യൗവനവും നിന്റെ സ്വപ്നങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ അച്ഛനാണ് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ സയോണും ഹിച്ചിന്റെ ഫോട്ടോ നോക്കി ആലോചിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്ഥലത്തേക്ക് ഇനിയും എത്തുന്നു. നീ ഈ സത്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴാണ് അറിഞ്ഞതെങ്കിൽ പോലും ഹീജു ഇതിനു മുമ്പേ തന്നെ അറിഞ്ഞതായിരുന്നു. എന്നിട്ടാണ് അവളുടെ ജീവൻ പോലും പണയം വെച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ഇനിയും സയോണോട് പറയുമ്പോഴത്തേക്കും സയോൺ കൂടുതലായിട്ട് തകരുകയാണ് ചെയ്യുന്നത്. നീയും കുറച്ചു കാലമെങ്കിലും ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും എന്നെ സ്വയമായിട്ട് ശിക്ഷിക്കുകയായിരുന്നു എന്നൊക്കെ സയോൺ പറയുമ്പോഴത്തേക്കും നീ തന്നെയല്ലേ പറഞ്ഞത് കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും തിരിച്ചെത്തുമെന്ന്, കാത്തിരിക്കുവാനായിട്ട്. അങ്ങനെ ഇരിക്കെ എത്ര കാലമാണ് ഞാൻ കാത്തിരിക്കേണ്ടത്? നമ്മൾ ഇത്രയും നാള് നല്ലൊരു രീതിക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ സ്നേഹിക്കുവാനായിട്ട് പോലും തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഇനി എത്ര കാലമാണ് നീ വരുവാനായിട്ട് കാത്തിരിക്കേണ്ടതെന്നൊക്കെ ഹീജുവും ചോദിക്കുന്നു. പിന്നീട് ഹീജുവും അവനെ കിസ് ചെയ്യുന്നു. ഈ ഒരു സ്ഥലത്തിന് അടുത്തായിട്ടായിരുന്നു അവൻ താമസിക്കുന്ന വീടൊക്കെ ഉണ്ടായിരുന്നത്. അവനും അവളെ വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോവുകയും പിന്നീട് റൊമാൻസ് ഒക്കെ നടക്കുകയുമാണ്. ഹീജുവും സയോന്റെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ സൺസെറ്റിന്റെ ഫോട്ടോസ് ഒക്കെ ആയിരുന്നു. 3 വർഷം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ട് പോലും നിന്റെ ഫോണൊന്നും ചെക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നീയും സൺസെറ്റിന്റെ ഫോട്ടോസ് ഒന്നും തന്നെ എടുത്തത് ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് അവളും അവന്റെ അടുത്ത് പറയുന്നു. അവൾക്കും പെട്ടെന്നൊന്നും തന്നെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് അവനും എത്തിയത്. അവള് നേരത്തെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്പർ 406 ആണല്ലോ. ഇപ്പോൾ അവനുള്ള സ്ഥലത്തിന്റെ കോഡും 604 ആണ്. ഒരിക്കൽ സ്വപ്നത്തിൽ അവൾ കരയുന്നതായിട്ടൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ ശബ്ദമൊക്കെ കേൾക്കുവാനായിട്ട് തോന്നിയിട്ടായിരുന്നു അവനും അവിടെ വെച്ച് അവളെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും. പിന്നെ അവനും ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ബില്യൺ ആണ്. നേരത്തെ ഹേജുവും സഹൻ കൊടുത്തതുപോലെ ഒരു എഗ്രിമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതില് ഒരിക്കലും അവൻ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരമായിട്ടുള്ള 2 ബില്യൺ ഒക്കെ ആയിരുന്നു ഞാനും കുട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അവനും പറയുന്നു. പാർക്ക് സയോണെന്ന് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലും ശരിക്കുമുള്ള പാർക്ക് സയോൺ അല്ലാത്ത ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കുമെന്ന് അവനും പറയുന്നു. പിന്നീട് അവർ വിവാഹം കഴിച്ച് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരെ കാണുവാനായിട്ട് കുറച്ചു പേര് വരികയാണ്. സയോന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാങ്ങും ഹീച്ചുവിന്റെ ഡയറക്ടറായിട്ടുള്ള ഹാനും ജാങ്ങും പിന്നെ നമ്മുടെ യൂറിയും സാങ്ങുവുമാണ് അവർ.
അവരെല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അവർ പറയുകയും ഹീജു ആയിരിക്കും ഫുഡ് ഉണ്ടാക്കിയതെന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഞാനാണ് ഫുഡ് ഉണ്ടാക്കിയതെന്ന് സവൺ പറയുമ്പോഴത്തേക്കും നിന്റെ വൈഫിനെ കൊണ്ട് നീ വിരൽ പോലും അനക്കിക്കുകയില്ലെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് തന്നെയാണ് നീ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ കാങ്ങും പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഹീജുവിന് നന്നായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുവാനായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് താൻ ഫുഡ് ഉണ്ടാക്കിയതെന്ന് സവണും പറയുന്നുണ്ട്. ഹീജോന്റെ മോതിരമൊക്കെ കാണുമ്പോഴത്തേക്കും ഡയറക്ടർ ഹാനിനും അത് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. രണ്ടു തവണയും ഒരാളെ തന്നെ വിവാഹമൊക്കെ കഴിച്ചല്ലോ, എന്തായാലും ഈ ഒരു വിവാഹത്തിന് എന്റെ എല്ലാ രീതിയിലുള്ള അംഗീകാരവും നൽകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡയറക്ടർ ഹാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും സയോൺ പേര് മാറ്റിയെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിന്റെ പേര് എന്താണെന്ന് ജാങ്ങും സയോണോട് ചോദിക്കുന്നു. അവനും പേര് മാറ്റിയിട്ട് യുയോൺ എന്നാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവന്റെ പേരിന്റെ അർത്ഥം ലോകത്തിലെ ഒരേ ഒരു പ്രണയം എന്നതാണ്. എന്തായാലും അവൻ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയതിൽ കാങ്ങാണ് ഒരുപാട് ഹാപ്പി ആയിരിക്കുന്നത്. അവനും ഒരു പ്രൗഡ് ടീച്ചർ എന്ന രീതിക്ക് ഇരിക്കുന്നു. ഹീജുവിന്റെ സായോന്റെ വിവാഹത്തിന് എല്ലാവരും തന്നെ ആശംസ നേരുമ്പോഴത്തേക്കും ഞങ്ങളും വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണെന്ന് യൂറിയും സാങ്ങുവും കൂടി അറിയിക്കുകയാണ്. സോ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു. അന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കും ഹീജുവിന് നേരത്തെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലുണ്ടായിരുന്ന വർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും താൻ വർക്കിലേക്ക് തിരിച്ചു പോവുകയാണെന്നൊക്കെ അവനെയും അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു വീട്ടില് നമ്മൾ രണ്ടുപേരും മാത്രം പോരാ, ഇനിയും ആൾക്കാരൊക്കെ വേണം. അതുകൊണ്ട് തന്നെ നീ സഹകരിച്ച് മതിയാകുമെന്ന് പറഞ്ഞിട്ട് സയോണും ഇപ്പോൾ അവളെ എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ്. സയോണും വളർത്തച്ഛനെ കാണുവാനായിട്ട് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. അച്ഛനും അവന് കഴിക്കുവാനായിട്ട് ഫിഷൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഞാനും പിന്നീട് ഫിഷ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അത് കഴിക്കുവാനായിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാം തന്നെ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മയും വരും. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇതൊന്നും കഴിക്കുവാനായിട്ട് പറ്റാറില്ല എന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അത് കഴിക്കുവാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. മാത്രമല്ല അത് കഴിച്ചതിന് ശേഷം പണ്ടത്തെ നല്ല രീതിക്കുള്ള ഓർമ്മകളൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവനും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഹീജുവും രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചപ്പോഴത്തേക്കും അച്ഛനെയും അമ്മേനെയും ഒന്നും തന്നെ ആ ഒരു സംഭവം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ആകെ പിണക്കത്തിലാണ് ഉള്ളത്. പക്ഷെ ഇത്രയും നാളും ഹീജു സന്തോഷിച്ച് അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹീജു സന്തോഷത്തോടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛനും ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ അറിയിക്കുന്നു. ഹീജു പുതിയതായിട്ട് താമസിക്കുന്ന വീട് എവിടെയാണെന്ന് പോലും അവർക്ക് അറിയിക്കില്ല. അവരും ഹീജുവിന്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഹീജുവും അത് പറയാതെയൊക്കെ ഇരിക്കുന്നു. എന്തായാലും ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ അവരെ ഇവിടെ വന്ന് കണ്ടോളാമെന്ന് അവൾ വാക്കും നൽകുന്നുണ്ട്. സയോണ് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നീയും സയോണ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് മാത്രമായിരുന്നു അമ്മയും അവളോട് പറഞ്ഞത്. ഇനിയും ആകെ കുറ്റബോധത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇനയ്ക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നല്ലോ ഹീജുവിന് സംസാരിക്കുവാനായിട്ട് സാധിക്കാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും ഹീച്ചുവിന്റെ അടുത്തേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൊണ്ടും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറന്ന് നല്ല രീതിക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഇനെ വിചാരിച്ചതെങ്കിൽ പോലും ഹീച്ചുവിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രശ്നമുള്ളതൊക്കെ ആയിരുന്നല്ലോ. എന്തായാലും നീയും എന്നോട് ക്ഷമിക്കുക എന്ന് ഇനെ പറയുമ്പോഴത്തേക്കും നമ്മൾ പഴയ കാര്യത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുന്നു. നീയും അതുപോലെ തന്നെ പഴയതൊക്കെ മറക്ക്, എന്നിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുക എന്ന് ചേച്ചിയുടെ അടുത്തും അവൾ പറയുകയാണ്. യൂറി വാർത്ത വായിക്കുന്നു. യൂറി വായിക്കുന്ന വാർത്തയെല്ലാം തന്നെ സൈൻ ലാംഗ്വേജിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹീജുവാണ്. സയോണും യുയോൺ എന്ന പേരിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവനും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യുകയാണ്. കൊറിയയിലെ കുറച്ച് ആൾക്കാരെയൊക്കെ യുദ്ധമൊക്കെ നടക്കുന്ന മറ്റൊരു സ്ഥലത്തെ ആൾക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സംസാരിക്കുവാനായിട്ട് യുയോൺ പോകുന്നതായിരിക്കുമെന്നൊക്കെ യൂറി പറയുമ്പോഴത്തേക്കും ഹീജും അതെല്ലാം തന്നെ സൈൻ ലാംഗ്വേജിലൊക്കെ കാണിച്ചും കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ എന്തായി കാര്യങ്ങൾ അറിയുവാനായിട്ട് അവളും അവനെ ഒരുപാട് തവണയൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് സയോണും അവളെ കോൾ ചെയ്യുന്നത്. നിലവിൽ അവന് പോയ കാര്യം എല്ലാം തന്നെ സാധിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വരുവാനായിട്ട് പോവുകയാണെന്നുള്ള രീതിക്ക് അവനും ഫോണിൽ സംസാരിക്കുന്നു. മാത്രമല്ല അവന്റെ കീഴിലാണ് ഇപ്പോൾ പാർക്കും വർക്ക് ചെയ്യുന്നത്. ഞാൻ 406 ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവളെന്നെ കോൾ ചെയ്യുമ്പോഴത്തേക്കും അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ എന്നോട് തുറന്നു പറയുമായിരുന്നു. പക്ഷെ നീ പല കാര്യങ്ങളും മനസ്സിലൊക്കെ വെച്ചിട്ട് എനിക്ക് വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ച് അതൊന്നും തന്നെ പറയാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ 406 ആയിട്ടൊക്കെ പെരുമാറേണ്ടതായിട്ടുണ്ടെന്ന് സൗൺ ഹീജുന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ നീ എത്രയും വേഗം വീട്ടിലേക്കൊക്കെ മടങ്ങി എത്തണമെന്ന് ഹീജുവും പറയുന്നു. നേരത്തെ സയോണും ഇന്റർവ്യൂവിന്റെ സമയത്ത് ഹീജുവിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹീജുവും ആവർത്തിക്കുന്നത്. ഒരു കപ്പിൾ ഇവിടെയുണ്ട്. ആ ഒരു കപ്പിള് പരസ്പരം ഒന്നും തന്നെ തുറന്നു പറയാതെയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവർ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ട് ഒരു എഫോർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കും സാധാരണ രീതിക്കുള്ള ഒരു കപ്പിളൊക്കെ ആയി മാറുവാനായിട്ട് സാധിക്കുമോ?
ഇപ്പോൾ ഇവിടെ ഒരു കപ്പിളുണ്ട്. ഈ ഒരു കപ്പിള് പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരും ഹാപ്പി ആയിട്ട് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അല്ല, ഈ ഒരു ഡ്രാമയും അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് പറയുമല്ലോ? എനിക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാങ്ങിനെയാണ്. അവസാന എപ്പിസോഡ് വരെ ഈ ഡ്രാമ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.